പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം അധികം വാർത്തയാകാത്ത ഒരു വാർത്തയുണ്ട്. ഒരുപക്ഷെ സിഞ്ചിത മുസ്തഫയുടെ വാർത്തയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കമുള്ള വാർത്തയും അതുപോലെ അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ വലിയ വാർത്ത ആകേണ്ടിയിരുന്ന ഒരു വാർത്തയാണ്. ഒരു പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ കടൽ തീരത്ത് എറിഞ്ഞുകൊന്ന ഒരു വാർത്ത. അതിൻ്റെ കോടതി വിധിയും മറ്റു കാര്യങ്ങളും ഇപ്പോൾ വന്നത്, അതിനെക്കുറിച്ചുള്ള വാർത്ത. ഞാൻ ആ വിധിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആ കുട്ടിയെ, അതായത് ആ മാതാവ് തൻ്റെ കുട്ടിയെ കടൽ തീരത്ത് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതെന്നും എന്നിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ കുട്ടി മരിക്കാതെ നിലവിളിച്ചപ്പോൾ വീണ്ടും അതിനെ എടുത്ത് കരിങ്കല്ലിൽ എറിഞ്ഞ് കൊന്നിട്ട് നിഷ്കരണം അങ്ങനെ ഇട്ട് നടന്നുപോയത് എന്നുമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇതൊരു ആരെങ്കിലും കുറ്റപ്പെടുത്താനോ മറ്റുള്ളൊരു വീഡിയോ അല്ല. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഈ ചാനലിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൈക്കോളജിക്കൽ വീഡിയോ ആണ്. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വീഡിയോ ആണ്. വിസ്മയ അടക്കം ഒരുപാട് പെൺകുട്ടികൾ സംഭവിച്ചതും ആ സമയത്തും ആ സംഭവിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് കൂടി പറഞ്ഞിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങളത് മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒക്കെ ശ്രദ്ധിക്കാം. ഇനി ഞാൻ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കണം. ഇവിടെ ആ പെണ്ണ് തൻ്റെ കുഞ്ഞിനെ കാമുകനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട്, കാമുകനോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞിനെ കടൽ തീരത്ത് കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് കുഞ്ഞ് മരിച്ചു എന്ന് കരുതിയിട്ട് തിരിഞ്ഞു നടന്നപ്പോൾ കുഞ്ഞ് നിലവിളിച്ചു. അതിന് വീണ്ടും ആ കുഞ്ഞിനെ എടുത്ത് തീരത്തുള്ള കല്ലിൽ എറിഞ്ഞ് കൊന്നിട്ട് നടന്നുപോയി. ഏതാണ്ട് സമാന സമയത്ത് മറ്റൊരു കേസ് കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവിനെ കഴുത്തറുത്ത് കൊന്ന ഒരു കേസുണ്ടായിരുന്നു, ഒരു കേസുണ്ടായിരുന്നു. ഈ രണ്ട് കേസിലും അന്ന് കൃത്യമായ ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. ഏതാണ്ട് അതേ സമയത്ത് ഏതാണ്ട് സമാന സമയത്താണ് മറ്റൊരു കേസ് നടന്നിരുന്നത്. തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ, ഒരു ബാലരാമപുരത്ത് അസ്മിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മദ്രസയിലെ ഒരു സ്കൂളിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം, അത് ആ സമയത്താണ്. അതുപോലെ മറ്റൊരു സംഭവമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്നത്. ഒരു മറ്റൊരു ഐ ബി ഉദ്യോഗസ്ഥൻ, അവർ തമ്മിൽ ലൈനായിരുന്നു. ഈ പെണ്ണ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അന്നൊരു തീവണ്ടിക്ക് മുന്നിൽ ചാടുന്ന ഒരു ട്രെൻഡായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. വേറൊരു കേസ്, വിവാദമായൊരു കേസ് ഉണ്ടായിരുന്നു, അറിയാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് തീവണ്ടിക്ക് മുന്നിൽ ചാടിയതും ഈ കുട്ടിയെ തീരത്തെറിഞ്ഞ് കൊന്നതെന്നും അല്ലെങ്കിൽ മദ്രസയിൽ തൂങ്ങി മരിച്ചത് എന്നതുമൊക്കെ വളരെ വ്യക്തമായി അതത് സമയത്ത് പറഞ്ഞിരുന്നത് ഇന്ന് ഞാൻ ഒരിക്കലും ഓർപ്പിക്കുകയാണ്. ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്ന മനസ്സിന്റെ സ്വഭാവമുള്ള ഒരു വിഭാഗമുണ്ട്. ലോയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് വിഭാഗങ്ങളുടെ, ഒരുപാട് തരം സ്വഭാവങ്ങളുള്ള ഒരു കലവറയാണ്, മനസ്സിന്റെ കലവറയാണ് മനുഷ്യൻ. ആ മനുഷ്യരിൽ ഓരോ വ്യക്തികളിലും ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത്. അതിലൂടെ ആയിരിക്കും അവരുടെ യാത്ര. അതിനർത്ഥം മറ്റു വിഭാഗങ്ങൾ ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ അവരുടെ ട്രാക്ക് അതായിരിക്കും. ഇപ്പോൾ ഒരു എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ഫാസ്റ്റ് ഫുഡ്, ട്രക്കിങ്, ഇത് ടെന്റ്, ബുള്ളറ്റ് എടുത്തിട്ട് നേരെ ലഡാക്കിലുള്ള ഒരു പോക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് എന്തൂസിയാസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആരും അത് പോവില്ല, വേറെ ഒരു വിഭാഗവും അത്തരത്തിൽ യാത്ര പോവില്ല. എത്ര റിസ്ക് എടുത്തും യാത്ര ചെയ്യും. നമുക്കറിയാമല്ലോ, ഹിച്ചാക്കിൻ ഉമാദ്, മാഹിൻ, അതേപോലെ ദിൽഷാദ്, യാത്ര ടുഡേ, ഇവരൊക്കെ യാത്ര ചെയ്യുന്നറിയാം, വളരെ ഹൈ റിസ്കിൽ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ഒരു പ്രത്യേക ക്യാരക്ടേഴ്സാണ്. അതിൽ ലോയലിസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, വ്യത്യസ്തരാണ് എന്ന് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാണ്. അവരൊക്കെ മോശക്കാരാണെന്നല്ല കേട്ടോ അതിനർത്ഥം. ഞാൻ മനുഷ്യന്മാരിങ്ങനെ വ്യത്യസ്തരാണെന്ന് പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ലോയലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്, അതായത് വിശ്വസ്തർ എന്നാണത് പറയാം. ഈ വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് അതിന് അർത്ഥമില്ല. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെയോ വിശ്വസ്തരായി ഒരു അടിമയെ പോലെ അവർക്ക് വിധേയരായി അവരുടെ കംഫർട്ട് സോണിൽ ജീവിച്ചു പോകുന്ന ഒരാളെയാണ് നമ്മൾ ലോയലിസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിനെയോ ഒന്നിലധികം വ്യക്തിയുടെയോ കീഴിൽ അവർ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അവരാണ് തന്നെ സംരക്ഷിക്കേണ്ടത് എന്ന മട്ടിൽ അവർക്ക് വിധേയരായി അവരുടെ കംഫർട്ട് സോണിൽ കഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ മാത്രം കഴിഞ്ഞു പോകുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ ലോയലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയൊരു അപകടമുള്ളത്. അത്തരക്കാർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ, വീടുകളിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ ചേച്ചിയുടെയോ അനുജൻ്റെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സുഹൃത്തിൻ്റെയോ ആരുടെയെങ്കിലും ഒക്കെ ഒരു വിധേയത്വം ഉണ്ടാവും. അവർ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നില്ല, ആരെങ്കിലും ഒരാൾ കൂടെ വേണം.
ഇങ്ങനെയാണ് ഒരു 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 കംഫർട്ട് സോൺ എപ്പോഴും അവർക്ക് വേണം. മറ്റൊരാളുടെ ഒരു കീഴിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സ് അടിയറ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ മാതാപിതാക്കളുടെ ആളായി നിൽക്കുന്ന ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. മനസ്സിലാക്കണം, മറ്റൊരു വീട്ടിലേക്കാണ്. ഈ പെണ്ണിന്റെ സ്വഭാവം ഇതാണെന്ന് ഈ മാതാപിതാക്കൾക്കും അറിയില്ല, ഈ കെട്ടിക്കൊണ്ട് പോണ ചെറുക്കന്റെ മാതാപിതാക്കൾക്കും അറിയില്ല, ആ ചെറുക്കനും അറിയില്ല. ഇതൊരു ലോയലാണ്, അതിനെ ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് കെട്ടിപ്പിടിച്ച് നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്ത് ജീവിക്കേണ്ടതാണെന്ന് അവർക്കും അറിയില്ല. കാരണം ഇവർക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ ഒരു 10,000 രൂപ സാലറി എന്ന് കണക്ക് കൂട്ടിക്കോ. ഒരു 10,000 രൂപ സാലറി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ 10,000 രൂപ സാലറിക്കുള്ളിൽ ഒരു ജീവിതം അവർ ക്രമപ്പെടുത്തും. അവർക്ക് ആ 10,000 മാത്രം കിട്ടിക്കൊണ്ടിരുന്നാൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ആ 10,000 കൃത്യമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും അവർക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് അവർക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരങ്ങ് പൊയ്ക്കോളും, അതങ്ങനെ പൊയ്ക്കോളും. അവർക്ക് കൂടുതൽ ശമ്പളം വേണമെന്നൊന്നും അവർ പറയാൻ നിൽക്കില്ല. അതാണ് ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതേസമയം ഒരു 9,000 രൂപയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കംഫർട്ട് സോൺ പൊട്ടും, അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നതുപോലെ ഈ പെണ്ണിനെ ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കംഫർട്ട് സോൺ പൊട്ടി ഇല്ലേ. പിന്നെ അവൾ ഒറ്റയ്ക്കാണ്, ആരുടെയെങ്കിലും ഒരാളുടെ ഒരു കൂട്ടില്ലാതെ അവൾക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ടും ഭർത്താവിനെയാണ് കൂട്ടുപിടിക്കുക, ഭർത്താവാണല്ലോ പിന്നെ ഉള്ളത്. ആ ഭർത്താവാകട്ടെ ഇവളൊരു ലോയലാണ് എന്നുള്ളൊരു ചിന്ത ഇല്ലാത്ത ഒരാളാണ്. അത് വിവരക്കേടല്ല, അറിയാത്തതാണ്. അയാൾ ചിലപ്പോൾ മറ്റേതെങ്കിലും കാറ്റഗറി ആയിരിക്കും. ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്തൂസിയാസ്റ്റ് ഇവിടെ നിന്ന് ലഡാക്കിലേക്ക് ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തി, അതുപോലെ ഏതെങ്കിലും ആയിരിക്കും എന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ ഇവളൊരു ലോയലാണ് എന്ന് ചിന്തിക്കാതെ ഇവനൊരു ബുള്ളറ്റ് എടുത്തുകൊണ്ട് നേരെ ഒരു പോക്കങ്ങോട്ട് പോകും. ഇവൾക്ക് സംസാരിക്കാനും പറയാനും ഇവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും അല്ലെങ്കിൽ ഇവരുടെ സന്തോഷം പങ്കുവയ്ക്കാനും അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനും ആരും ഉണ്ടാവില്ല. വീട്ടിലുണ്ടാകുന്ന മാതാപിതാക്കൾ, അതായത് ഭർത്താവിന്റെ മാതാപിതാക്കൾ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അമ്മായിയമ്മയും അമ്മായിപ്പനും, അവർക്കൊന്നും ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളുന്നില്ല ഈ പെൺകുട്ടി ഒരു മരുമോളായിട്ട് മാത്രമേ അവർക്ക് കാണാനും സാധിക്കൂ. ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക. അവിടെ ചേർത്ത് പിടിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. ഭർത്താവ് ഇങ്ങനെ കറങ്ങാൻ നോക്കുകയായിരിക്കും, അതല്ലെങ്കിൽ വല്ല പൊതുപ്രവർത്തനോ മറ്റോ ആയിരിക്കും. ഏത് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവനവന്റെ വീട്ടിൽ ഈ അവലിടിക്കാതെ ആരാന്റെ വീട്ടിൽ പോയി കണ്ട് ഇരുമ്പിടിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ അതുപോലുള്ളവരാണ് ഒരു പക്ഷേ ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ അവിടെയും സംഭവിക്കും. മനസ്സിലായില്ലേ? ഈ പെണ്ണ് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഈ ആരുമില്ലാത്തൊരവസ്ഥ ഇങ്ങനെ നോക്കി ആരോട് സങ്കടം പറയാനില്ലാതെ മേലോട്ട് നോക്കി കൊട്ടാവീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വലിയ വിഷയമൊന്നുമല്ല, പക്ഷെ ഇവളെ സംബന്ധിച്ചൊരു വലിയ വിഷയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അയൽപക്കത്തെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് എന്താ ചേച്ചി, അല്ലെങ്കിൽ എന്താ അനിയത്തി, എന്താ പെങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്. ഉടനെ ഇവൾക്കൊരു സോഫ്റ്റ് കോർണർ അങ്ങോട്ട് തോന്നുകയും പിന്നീട് അവൻ ഒരുപക്ഷെ മുതലെടുക്കുന്നവനായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഇവൾക്ക് ഒരു കംഫർട്ട് സോൺ അങ്ങോട്ടാകുകയും അവൻ ഒരു രക്ഷകനായി മാറുകയും ചെയ്യും. അവസാനം ഈ രക്ഷകനെ തൻ്റെ ജീവിതം അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് തൻ്റെ ശരിക്കുള്ള ഭർത്താവ് ഒരു ശത്രുപക്ഷത്ത് വരികയും ചെയ്യും. ഇതാണ് സംഭവിക്കുക. ഭർത്താവ് ശത്രുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭർത്താവിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ സ്വയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടീനെ തീരത്തെറിഞ്ഞ് കൊന്ന കഥ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ഈ ഭർത്താവിന് അറിയില്ല ലോയലാണ് എന്നറിയില്ല, അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അറിയില്ല ഇവള് ലോയലാണെന്നറിയില്ല, മെന്റാലിറ്റി ലോയലാണെന്നറിയില്ല, സ്വന്തം വീട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഇവളുടെ കംഫർട്ട് സോണ് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ വേറെ ഏതോ ഒരുത്തനിലേക്ക് വെച്ചു കൊടുത്തു. അവനാണ് പിന്നെ ഇവളെല്ലാം. കാര്യം ഇവൾക്ക് കംഫർട്ട് സോണാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ അവൻ പറയുന്നത് എന്തും ചെയ്യും, വേണമെങ്കിൽ കടന്നു കൊടുക്കും, അത് ചിലപ്പോൾ ഗർഭിണിയായെന്ന് വരും, എല്ലാം വരും. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. കാര്യം തന്നെ ചേർത്ത് നിർത്തുന്ന, തനിക്കൊരു സംരക്ഷണം ഒരുക്കി തരുന്ന, ഒരു സുരക്ഷിത സ്ഥാനം ഒരുക്കി തരുന്ന അവന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാകും, എന്തും ത്യജിക്കാൻ തയ്യാറാകും. ആ സന്ദർഭത്തിലായിരിക്കും തൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നത്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് ഇവൾക്കൊരു ശത്രുവാണ്. ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഭർത്താവിനോട് ജീവിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും? ഒന്നുകിൽ സ്വയം ഇല്ലാതാകും അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കും. അതാണ് ഭർത്താവിനെ കഴുത്തറുത്ത് കൊന്ന ഒരു സ്ത്രീയുടെ കഥ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ കഴുത്തറുത്ത് കൊന്നു. അയാളും ഇതുപോലെ ജയിലിൽ കിടക്കാണ്, വിചാരണ തീരാനായിട്ടും തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഈ കേസിൽ, ആ സമാന സമയത്തുണ്ടായ ഈ കേസിൽ ഈ ഭർത്താവ് വരാൻ സമയമായപ്പോഴാണെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കുഞ്ഞുകൂടിയുണ്ട്. ഈ ഭർത്താവും ഈ കുഞ്ഞും, അത് രണ്ടും അവൾക്ക് ശത്രുസ്ഥാനത്താണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ലോയലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിന് 3 ഭാവങ്ങളാണുള്ളത്. എല്ലാ ഭാഗത്തിനും 3 ഭാവങ്ങളുണ്ട്: നല്ലത്, ചീത്ത, നോർമൽ. ഇങ്ങനെ നോർമൽ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും. ഇപ്പൊ നോർമൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ റെഡിമേഡോ അൺറെഡിമേഡോ ഒന്നും അല്ല, അതിന് ഉത്തമ ഭാവം അധമ ഭാവം ഒന്നുമില്ല, അങ്ങനെ ഒന്നുമല്ല ചിന്തിക്കുന്നത്. ആ സ്ഥാനത്ത് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളൊരു നോർമൽ വ്യക്തിയാകുന്നത് പെട്ടെന്നൊരു അൺറെഡിമേഡ് ഭാഗത്തിലേക്ക് പോകും. അതായത്
ഒരു ഭീകര സ്വഭാവത്തിലേക്ക്, ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നാണ് നമ്മൾ പറയുക ആ ഒരു അവസ്ഥയ്ക്ക്. പിശാചിന്റെ വക്കീൽ, പിശാചിനെ സഹിക്കാൻ വയ്യ, പിന്നെ അതിന് അഡ്വക്കേറ്റിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ നിലയിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് ഈ ഭർത്താവിനെയും ആ കുഞ്ഞിനെയും ഇല്ലാതാക്കിയാലേ തൻ്റെ കംഫർട്ട് സോൺ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ വരും. അതൊരു മാനസിക രോഗമാണ്, ക്ഷണികമായി ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഈ OCD എന്നൊക്കെ പറയില്ല, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇപ്പൊ കഴുകുന്നവരെ കഴുകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുളിക്കുന്നവർ കുളിച്ചുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ മറ്റൊരു മാനസിക ഭാവമാണ്. നോർമൽ സ്റ്റേജിൽ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പോരാന്ന് തോന്നും. എന്നതുപോലെ ഇവിടെയും ഈ ലോയൽ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഒരു അണ്ടണിമയുടെ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, തൻ്റെ കംഫർട്ട് സോൺ, തൻ്റെ സുരക്ഷിത സ്ഥാനം ആരോ പൊട്ടിച്ചു കളയുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ, തൻ്റെ ഭർത്താവൊക്കെ പൊട്ടിച്ചു കളയുന്നു, എൻ്റെ കുഞ്ഞ് ഒരു തടസ്സമാണെന്ന് ചിന്തിക്കുമ്പോൾ അത് തൻ്റെ കുഞ്ഞാണെന്നോ മറ്റേത് തൻ്റെ ഭർത്താവാണെന്നോ അല്ല ചിന്തിക്കുന്നത്, തൻ്റെ ശത്രുവാണ്, തൻ്റെ കംഫർട്ട് സോണും തടസ്സമാകുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന എല്ലാ വ്യക്തികളെയും എല്ലാത്തിനെയും കാണുന്നത്. അവിടെ ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എല്ലാം നശിപ്പിക്കും, കൊന്നുകളയും, അതല്ലെങ്കിൽ സ്വയം ജീവനെടുക്കും. രണ്ടിലെങ്കിലും ഒന്നും സംഭവിക്കാം. ഒന്നിൽ സ്വയം ജീവനെടുക്കും. നമ്മുടെ IB ഉദ്യോഗസ്ഥ അറിയാലോ, IB ഉദ്യോഗസ്ഥ സ്വയം ജീവനെടുക്കുക ചെയ്തത്. പക്ഷെ എന്നാൽ ഇവിടെ ഇവൾ ആ കുഞ്ഞിനെ കൊന്നു. ഭർത്താവിനെ ഒരുപക്ഷെ കൊല്ലാൻ കിട്ടിയിട്ടുണ്ടാവില്ല, കൊന്നേനെ കിട്ടിയിരുന്നെങ്കിൽ മറ്റൊരു വധവും കൂടെ അവിടെ നടന്നേനെ. ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴേക്കും മറ്റോൻ ആ കംഫർട്ട് സോണല്ലോ അവൻ ഇട്ടിട്ട് പോകും. കാരണം ഈ വധം നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവൾ മരിച്ചു കഴിയുമ്പോൾ, രണ്ടായാലും ഈ കാമുകൻ എന്ന് പറയുന്നതിന് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. അവൻ കൈയൊഴിയും. അതോടുകൂടി ഇവളാകെ പിടുത്തം പെടും. പിന്നെ കംഫർട്ട് സോണും ഇല്ല, കെട്ടിയോനും ഇല്ല, ഉള്ള കുഞ്ഞും പോയി നോർമൽ മെന്റാലിറ്റിയിലേക്ക് വരികയും ചെയ്യും. പിന്നെ അതോടുകൂടി ആ ജീവിതം കോഞ്ഞാട്ടാവും. ഇനി എന്താണ് സംഭവിക്കുന്നത് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പോലീസിൻ്റെയും മറ്റുള്ളവരെയും കസ്റ്റഡിയിലാണുള്ളത്, അല്ലെങ്കിൽ അതുപോലെയാണ് ഈ കുറ്റവാളികളായിട്ടുള്ള ഈ യുവതികൾ ഇപ്പം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിയമ വിഭാഗത്തിന്റെ കീഴിൽ തന്നെ ആയിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരെ സ്വതന്ത്രരാക്കി വിട്ടുകഴിഞ്ഞാൽ നിസ്സംശയം പറയാം അവർ ആത്മഹത്യ ചെയ്യും. അതായത് ഈ ഭർത്താവിനെ കഴുത്തെടുത്ത് കൊന്ന സ്ത്രീയും ഈ കുട്ടിയെ തീരത്തെറിഞ്ഞു കൊന്ന ആ സ്ത്രീയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നത്. ഈ രണ്ട് സ്ത്രീകളും ആത്മഹത്യ ചെയ്യും, ഒരു സംശയം വേണ്ട, അവർ ആത്മഹത്യ ചെയ്യും. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ കാരണം ഞാൻ മുൻകൂട്ടി പറയുന്നതേ ഉള്ളൂ. കുറച്ച് കേസുകളിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉദാഹരണം DYSP KK രവീന്ദ്രൻ, അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കാറ്റഗറിയാണ്. അതാണ് പാലിക്കര ടോൾ പ്ലാസയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്, ഹരിറാമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയ ഒരു വ്യക്തി, ഇൻവെസ്റ്റിഗേറ്ററാണ്. ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, എനിക്ക് മനസ്സിലായി അയാൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു. തൃശ്ശൂർ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്പലവാസിയാണ്, പൂജാമുറിയിൽ കയറി വാതിലടച്ചിരിക്കണം. ഞങ്ങളോട് സംസാരിച്ചപ്പോഴത്തെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ വന്നു. ഏതായാലും ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു, സംസാരിച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ ഡോക്യുമെന്റുകളൊക്കെ എടുത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. വ്യക്തമായ നിലപാടെടുത്തത് കൊണ്ട് അദ്ദേഹത്തിനെ കാസർഗോഡ് നിന്ന് വീണ്ടും തിരിച്ച് തൃശ്ശൂരേക്ക് തന്നെ കൊണ്ടുവന്നു. അന്ന് അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിനുശേഷം പെൻഷനൊക്കെ പറ്റി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ DYSP ഹരികുമാറിന്റെ ഒരു കഥ, ഇൻവെസ്റ്റിഗേറ്ററാണ്, അത് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഡിഫറെന്റ് ആംഗിൾസ് യൂട്യൂബ് ചാനലില്ല, സാബു കൊട്ടോട്ടി എന്നാണ് യൂട്യൂബ് ചാനൽ. ഞാൻ അതിലന്ന് വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ കൊട്ടോട്ടി.com എന്ന് പറയുന്ന ബ്ലോഗിൽ ഞാൻ ലേഖനം എഴുതിയിരുന്നു, ബന്ധപ്പെട്ടവർക്ക് അറിയിച്ചും കൊടുത്തിരുന്നു. ഈ DYSP ഹരികുമാർ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തെ ഒന്ന് വാച്ച് ചെയ്യണം, പിടിക്കണം എന്നുള്ളത്. കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ DYSP ഹരികുമാറും ഒരു യുവാവും കൂടി റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഈ യുവാവിനെ വാഹനത്തിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്നു എന്നതാണ് ആ കേസ്. അതിൻ്റെ റിയാലിറ്റി എനിക്കറിയാം. ഞാൻ ഹരികുമാറുമായി ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം ഒളിവിലായിരുന്നു. ഒളിവിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ആ കുടുംബം അനാഥമായി പോയി. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പലതവണ ഞാൻ വാണിംഗ് കൊടുത്തിരുന്നു, ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. അന്ന് ആരും അതിനെ ചെവിക്കൊണ്ടില്ല. പക്ഷെ അതിനുശേഷം, ആത്മഹത്യക്ക് ശേഷം എൻ്റെ ലേഖനങ്ങൾ കുറച്ചൊക്കെ ചർച്ചയായത് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നത് ഈ സൈക്കോളജി, ഞാൻ പഠിപ്പിക്കുന്ന പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന ടോപ്പിക്ക് വെച്ചിട്ട് ഓരോരുത്തരും അനാലിസ് ചെയ്തിട്ടാണ്. എനിക്കിതിൽ ബേസിക്കായിട്ട് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്, നമ്മൾ ആരും തന്നെ കുറ്റവാളിയായിട്ട് ജനിക്കുന്നൊന്നുമില്ല. ആരും കുറ്റവാളിയായിട്ട് ജനിക്കുകയോ കുറ്റവാളി ആയി മാറണമെന്ന് ചിന്തിക്കുന്നൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ശരിക്കുള്ള ഒരു വഴി പറഞ്ഞു തരാൻ ആരുമില്ല എന്നതാണ് വസ്തുത. വിദ്യാഭ്യാസമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, 10-12 ക്ലാസ് വരെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, സൗജന്യ വിദ്യാഭ്യാസമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ്, ഈ പറഞ്ഞ ലോയൽ എന്താണ്, എന്തൂസിയാസ്റ്റ് എന്താണ്, ഇൻവെസ്റ്റിഗേറ്റർ എന്താണ്, പീസ് മേക്കർ എന്താണ്, ഹെൽപ്പർ എന്താണ്, പെർഫെക്ഷനിസ്റ്റ് എന്താണ്, ഇതൊന്നും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റ് എന്താണ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ചാലഞ്ചർ എന്താണ്, ഇതൊക്കെ പഠിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നല്ല ഭാവത്തിലേക്ക് മാറാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ലോയല്, ഈ രീതിയിൽ ലോയലിസ്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തമ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്,
നല്ല ഒരു ഭാവമാണ്. വിശ്വസ്തരായിട്ട് നിൽക്കുക, ശരിക്കുള്ള ഒരു ലോയലിസ്റ്റായി മാറും എന്നുള്ളതാണ്. അതായത് തനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് തോന്നുന്ന ഒരു കമ്പം അത് കേവലം ഒരു ഭ്രമം മാത്രമാണ്, തൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാവം മാത്രമാണ്, അല്ലാതെ അവർ തൻ്റെ സംരക്ഷകരൊന്നും അല്ല. തനിക്ക് ഇങ്ങനെ ഒരു ഭാവമായതുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാനും ചാകാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഭാവത്തിലായിരിക്കും അവർ ജീവിക്കുക. അവർക്കെല്ലാം നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവും. ഒരിക്കലും ഒരു ഭർത്താവിനെ വഞ്ചിക്കാനോ ഒരു കുഞ്ഞിനെ കൊല്ലാനോ അവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആരും ആത്മഹത്യ ചെയ്യാനോ മറ്റതിനും പറ്റുന്നില്ല, ഒന്നും പറ്റൂല. അതായത് എല്ലാ മനുഷ്യർക്കും ഇവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം കൊടുക്കേണ്ടത് എന്താ പറയുക, അവരുടെ ബേസിക് വിദ്യാഭ്യാസം, ഇമോഷണൽ മാനേജ്മെൻറ്റും അതുപോലെ പേഴ്സണാലിറ്റി അനാലിസിസുമാണ്. എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച്, അതുപോലെ താൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് അവനെ അറിയാത്തൊരവസ്ഥയുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് എന്നാണ് പറയുക. ആ ഒരു അവസ്ഥയെ മറികടന്നുകൊണ്ട് താൻ ഇന്ന കാറ്റഗറിയാണ്, തനിക്ക് ഇന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും, തൻ്റെ സ്വഭാവം ഇന്നതായതുകൊണ്ട് ഇന്ന മൈനസ് തനിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതിൻ്റെ ഉത്തമ ഭാവത്തിലേക്ക് പോയി ഇപ്പോൾ ഫണ്ടമെന്റലിസ്റ്റ് ആകുന്നതിന് പകരം റിഫോമേഴ്സ് ആയിക്കെ മാറാനൊക്കെ പെർഫെക്ഷൻസിന് സാധിക്കും. അപ്പോൾ ആ നിലയിലേക്ക് മനുഷ്യനെ മാറ്റാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടിയെ നിലത്തെറിഞ്ഞ് കൊല്ലുന്ന കേസ് ഉണ്ടാകുന്നതും ഭർത്താവിനെ കഴുത്തെറിഞ്ഞ് എഴുതുന്ന കേസുകൾ ഉണ്ടാകുന്നതും ഇത്തരത്തിൽ ഹരിമാരടക്കമുള്ളവരെ ആത്മഹത്യ ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വിശേഷണന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ, ഇങ്ങനെ നടക്കുന്ന കൃത്യങ്ങളുടെയൊക്കെ പിന്നിൽ എന്തിനധികം ഇപ്പോൾ നടന്നിട്ടുള്ള ഷെഞ്ചിത മുസ്തഫ ഉണ്ടല്ലോ, ആ പെണ്ണിൻ്റെ സ്വഭാവത്തിൽ കൂടി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു എന്തുസ്യാസ്റ്റിൻ്റെ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ ഒരു ഭാവം കടന്നുകൂടും. എനിക്ക് തോന്നുന്നത് അവൾ ഡിവോഴ്സി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണമൊക്കെ ഇതാണ്. അപ്പോൾ അത്തരത്തിൽ പരസ്പരം മനസ്സിലാക്കുന്ന, സ്വയം തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചല്ലാതെ ഇത്തരം വിഷയങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഏതായാലും ആ കുട്ടി കൊല്ലപ്പെട്ടു, ഭർത്താവ് അവർക്ക് ദുഃഖത്തിലാണ്. ഈ പറയുന്ന രണ്ടുപേരും, അതായത് ഭർത്താവിനെ കഴുത്തെടുത്ത് കൊന്ന സ്ത്രീയും ഈ പറയുന്ന കുഞ്ഞിനെ തീരത്തെറിഞ്ഞ് കൊന്ന സ്ത്രീയും, ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി ഞാൻ അറിയിക്കാം. Different angles. Don't forget to subscribe and support this channel.